ഇന്ന് നമുക്ക് വന്നേക്കുന്ന ഒരു BS6 ആപ്പയാണ് വന്നേക്കുന്നത്. അതിൻ്റെ സിലിണ്ടർ കിറ്റ് കംപ്ലൈൻ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. നമുക്ക് ഇന്നിപ്പോൾ പുതിയ കിറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഏതാണ്ട് പിസ്റ്റൺ റിങ്സ്, അതിൻ്റെ പിസ്റ്റൺ പിന്ന്, ലോക്ക്, സ്റ്റഡി കാര്യങ്ങളെല്ലാം. പിന്നെ അതിൻ്റെ ബാരൽ കിറ്റാണിത്. ഓപ്പൺ ചെയ്തത് ഓയിൽ പാർട്സാണ്. പോപ്പിൻ്റെയാണ് ഇത് വരുന്നത്. നിലവിലിപ്പോൾ ഈ വണ്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എയർ ഫിൽറ്ററും കാര്യങ്ങളൊന്നും മാറാതെ കിടന്ന് ഓടി ഓയിലെല്ലാം കത്തിപ്പോയി, മണ്ണും പൊടിയെല്ലാം വലിച്ചു കയറ്റി ഇതെല്ലാം പിസ്റ്റനെല്ലാം കംപ്ലൈൻ്റ് ആയിട്ടാണ് നിന്ന് പോയത്. ഇതിപ്പോൾ എല്ലാം പുതിയ ഫ്രഷ് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കയറ്റി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പം റിങ്സ് എല്ലാം കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിശയിലാണ് കിടക്കേണ്ടുള്ളത്. ഒന്നിവിടെ, രണ്ടാമത്തെ ഇവിടെ, ഓയിൽ റിങ്സ് ഈ ഭാഗത്തായിട്ട് വരും. 3 സൈഡിലാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് ഇതാണ്. നമ്മൾ ഹെഡ് ഗ്യാസ്കറ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. പിസ്റ്റൺ എല്ലാം കറക്റ്റ് ടോപ്പാണ് നിൽക്കുന്നത്. കറക്റ്റ് ഹെഡിൻ്റെ ഇതെല്ലാം മുറുക്കിയതിന് ശേഷമാണ് നമ്മളിത് ടാപ്പറ്റ് റാഡ് ഇടുന്നത്. ഇതെല്ലാം മുറുക്കിയതിന് ശേഷം നമുക്ക് അത് നമ്മുടെ വണ്ടി കിടന്ന എയർ ഫിൽറ്ററാണ് ഇത്. ഇന്നേ വരെ ഒരു മാറിയിട്ടില്ല, ഇളക്കി ചെക്ക് ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും ഒരു 1000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഇത് ഇളക്കി ഒന്ന് എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഇതെല്ലാം ഫിൽറ്റർ അരിക്കാതെ മണ്ണും തുള്ളിയെല്ലാം വലിച്ചു കയറ്റി ഇതിനുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. ഹെഡ്, പിസ്റ്റൺ ഇതെല്ലാം കംപ്ലൈൻറ്റുകളാവുന്നത്. വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യാം. പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ അതിൽ മേശരിയാണ് ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നത്. അടപ്പടത് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം.